വെൽക്കം ബാക്ക്. വീണ്ടും സ്വാഗതം. ഫ്രോഡ് തടയാനുള്ള നിർദ്ദേശങ്ങൾ നിരന്തരമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നിട്ടും നിരവധി തട്ടിപ്പുകൾ നടക്കുന്നു എന്നത് മറ്റൊരു കാര്യം. സാധാരണ പറയാറില്ലേ, ഫ്രോഡ്സ്റ്റേഴ്സ് ആർ എ സ്റ്റെപ്പ് എഹെഡ് ഓഫ് us. ഈ നിർദ്ദേശങ്ങൾ വീണ്ടും പറയാനല്ല, എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹി ഈസ് ലിസണിങ്. The Google Assistant in our mobile phone is silently listening. ഈ AI അസിസ്റ്റൻറ്റുമായി ഇൻട്രാക്ട് ചെയ്യുന്നത് മേ ബി ഇറ്റ് ഈസ് ഫൺ, ബട്ട് ഹിയർ ദി സ്റ്റോറി ദറ്റ് ടുക്ക് പ്ലേസ് ഇൻ മൈ ഹോം. കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ മൊബൈൽ ഫോണിലെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് സംസാരിച്ചു തുടങ്ങി. ഷാൽ ഐ ഗിവ് യു ദ വെദർ ഇൻ യുവർ ഏരിയ? ഞാൻ വിചാരിച്ചത് കൊള്ളാമല്ലോ എന്ന്. ആൻഡ് ഐ സെഡ് ഓക്കെ. ഐ ആം യൂസിങ് എ തേർഡ് പാർട്ടി യൂട്ടിലിറ്റി ടു ഗിവ് യു ദിസ് ഫോർകാസ്റ്റ് എന്ന് തുടങ്ങി അത് വിശദമായ വെദർ ഫോർകാസ്റ്റ് തന്നു. ഐ താങ്ക്ഡ് ദ അസിസ്റ്റൻറ്റ്. ഞാൻ അതിനോട് ചോദിച്ചു, ഹൗസ് ദ ട്രാഫിക് ഇൻ MG റോഡ് എറണാകുളം? അത് പറഞ്ഞു, ട്രാഫിക് ഈസ് നോർമൽ ഇൻ MG റോഡ്, but on the adjacent Chittoor Road, heavy traffic is observed. I thanked the AI, then it fell silent and I went back to my reading. കുറേ സമയം കഴിഞ്ഞ് ഇതിനിടെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ മകൾ അവിടുന്ന് നീട്ടി എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് AI വീണ്ടും ഒരു ചോദ്യം. ഇറ്റ് സീംസ് യു ആർ ടോക്കിംഗ് ടു യുവർ മദർ? ഞാനൊന്ന് ഞെട്ടി. I said, no, it's my daughter. AI apologized profusely. Good. No, not at all good. എൻ്റെ ബുദ്ധി വൈകിയാണെങ്കിലും ഉണർന്നു. അവനെ നിശബ്ദനാക്കണം. ഇറ്റ് ഈസ് സ്നൂപ്പിംഗ്. എൻ്റെ മകൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ അവളെ എൻ്റെ അമ്മ എന്ന് വിളിച്ചതിന് എൻ്റെ ഫോണ് തന്നെ ചിലപ്പോൾ അവൾ നിശബ്ദമാക്കിയെന്നെ. ഏതായാലും നമ്മൾ ഓർത്തിരിക്കണം, നമ്മുടെ മൊബൈലിലുള്ള ആപ്പുകൾക്ക് നമ്മെ നിരീക്ഷിക്കാൻ സാധിക്കും. അവിടെയും കൊണ്ട് തീരുന്നില്ല. അതുപോലെ തന്നെ ഗൂഗിൾ എൻ്റെ യാത്രകളും നിരീക്ഷിക്കുന്നുണ്ട്. മുന്നേ ഗൂഗിൾ എൻ്റെ ട്രാവൽ ഹിസ്റ്ററി പീരിയോഡിക്കലി അറിയിക്കുമായിരുന്നു. അത്തരമൊരു റിപ്പോർട്ട് വന്നിട്ട് കുറച്ചായി. എന്നാൽ ഇപ്പോഴും എൻ്റെ ഫോണിലുള്ള ഗൂഗിൾ മാപ്പ് ആപ്ലിക്കേഷനിൽ പോയി ഇത് കാണാവുന്നതാണ്. ഗൂഗിൾ മാപ്പ് ആപ്ലിക്കേഷനിൽ ഗോ ടു പ്രൊഫൈൽ ആൻഡ് സെലക്ട് ദ കലണ്ടർ. And on the calendar, select a date. For example, here I am selecting 28 November 2025. വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള ഹോട്ടൽ കാസിനോ സന്ദർശിച്ചതായി അതിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നു. യു ക്യാൻ സീ ദ ടൈം ഓഫ് എൻട്രിങ് ആൻഡ് ഓൾസോ ദ ടൈം ഓഫ് ലീവിങ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഹോട്ടലിനെ സംബന്ധിച്ച വിശദ വിവരങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. ഗൂഗിൾ എന്നെ നിരീക്ഷിക്കുന്ന 2 അനുഭവങ്ങൾ പറഞ്ഞു. ബട്ട് വാട്ട് ഈസ് ദ ഡേഞ്ചർ? ഇതിലുള്ള അപകടം എന്താണ്? ഐ റീസെൻ്റ്ലി ഹേർഡ് എ സൈബർ എക്സ്പെർട്ട് ടെല്ലിംഗ് ഇൻ എ പോഡ്കാസ്റ്റ് ദാറ്റ് ഹീ കുഡ് ഈസിലി ഹാക്ക് എനി ജിമെയിൽ അക്കൗണ്ട്. എൻ്റെ ജിമെയിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾ റിലേറ്റഡ് ഡാറ്റ ഈസ് എക്സ്പോസ്ഡ്. ഈ ഹാക്കർ ഒരു ക്രിമിനൽ ആണെങ്കിൽ ഐ ബിക്കം വൾണറബിൾ ടു ഫ്രോഡ്സ് ആൻഡ് സൈബർ ക്രൈംസ്. ഇവിടെ എനിക്ക് ചെയ്യാവുന്ന പ്രിവെൻറ്റീവ് ആക്ഷൻസ് എന്താണ്? ടെക് കമ്പനികളെ കുറ്റം പറയാൻ പറ്റില്ല. ദേ വുഡ് ഹാവ് ടേക്കൺ ഓൾ പെർമിഷൻസ് ഫ്രം യു. അവർ എഗ്രി ചെയ്യാൻ നമുക്ക് തരുന്ന വിശദമായ ഡോക്യുമെൻ്റ് വായിച്ചു നോക്കി മനസ്സിലാക്കി എഗ്രി ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. ഹൂ വുഡ് ഗോ ത്രൂ ദ മെയ്സ് ഓഫ് ദ സ്മോൾ പ്രിൻറ്റ്സ്? നമ്മൾ എഗ്രി എന്ന് ഒപ്പിട്ട് കൊടുക്കും. പക്ഷേ ഗൂഗിൾ ഹാസ് റീസെൻ്റ്ലി സെൻഡ് മി എ നോട്ടിഫിക്കേഷൻ ആസ്കിങ് ടു എക്സസൈസ് മൈ ഓപ്ഷൻസ് റിഗാർഡിംഗ് ട്രാക്കിംഗ് ആൻഡ് ഡാറ്റ സ്റ്റോറേജ്. അതെനിക്കൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ടു ബി ഗിവൺ ബിഫോർ ജൂൺ. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ഫോൺ വളരെ പവർഫുള്ളാണ്. ടേൺ ഓഫ് അൺവാണ്ടഡ് പെർമിഷൻസ്. ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ആവശ്യമുള്ളതും ചിലപ്പോൾ ഇല്ലാത്തതുമായ ആപ്സ് നമ്മളുടെയൊക്കെ മൊബൈലിലുണ്ടാവും. ഇതിലൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന അനാവശ്യമായ പെർമിഷൻസ് ഓഫാക്കുക. പ്രൊട്ടക്റ്റ് യുവർ പ്രൈവസി ആൻഡ് സേ സേഫ്. ഇവിടെ ഗൂഗിൾ
എന്നെ തുടർച്ചയായി ലിസൺ ചെയ്യുന്നതും എന്നെ ട്രാക്ക് ചെയ്യുന്നതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്ന് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് 3 തലങ്ങളുണ്ട്. ഇതാണ് നമ്മളിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇറ്റ്സ് എ കമ്പ്യൂട്ടർ സിസ്റ്റം ട്രെയിൻ ടു തിങ്ക് ആൻഡ് ആക്ട് ലൈക്ക് ഹ്യൂമൻസ് ഇൻ സ്പെസിഫിക് ടാസ്ക്. പ്രത്യേക ജോലികൾ ചെയ്യുന്നു. ഇതുപയോഗിച്ചാണ് ഗൂഗിൾ എന്നെ ട്രാക്ക് ചെയ്തത്. എന്നാൽ ഈ നിർമ്മിത ബുദ്ധിയുടെ അടുത്ത ലെവലാണ് AGI അഥവാ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. ഇറ്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ലേൺ ആൻഡ് പെർഫോം എൻ ഇൻ്റലക്ച്വൽ ടാസ്ക് ജസ്റ്റ് ലൈക്ക് ഹ്യൂമൻ ബീയിങ്. ഇതുകൂടാതെ അടുത്ത തലത്തിൽ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹിയർ ദ ഇൻ്റലിജൻസ് ലെവൽ ഓഫ് എ സിസ്റ്റം ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ ഹ്യൂമൻ ബീയിങ്. മനുഷ്യനെക്കാളും ഉയർന്ന ഇൻ്റലിജൻസ് ഉള്ള ഒരു സിസ്റ്റമായിരിക്കും ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ്. ഇന്നിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഈ തലത്തിലാണ്. ഇവിടെ ഇറ്റ് കനോട്ട് മാച്ച് ഹ്യൂമൻ ഇൻ്റലിജൻസ്. ഇപ്പോൾ ChatGPT, ഗൂഗിൾ മാപ്പ് ഇങ്ങനെയുള്ളതൊക്കെ ഇതിനൊരു ഉദാഹരണമാണ്. ഇത് ഓൾറെഡി ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ്. അടുത്ത ലെവലായ AGI അഥവാ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് അത് ഹ്യൂമൻ ലൈക്കാണ്. മനുഷ്യന് സമാനമായ ഭൗതിക തലത്തിൽ അതിന് പ്രവർത്തിക്കാൻ കഴിയും. ദിസ് ഈസ് അറ്റ് എ തിയറിറ്റിക്കൽ ലെവൽ നാ. പക്ഷേ അടുത്ത് തന്നെ ഇത് സാധ്യമാകുമെന്നാണ് പറയുന്നത്. ASI ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് ഇത് ഒരു ഫ്യൂച്ചറിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം എന്ന് മാത്രമേ ഇന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഈ ടേബിൾ നോക്കിയാൽ നമ്മൾക്കറിയാം AI ഹാസ് അറൈവ്ഡ്. ഓൾറെഡി നമ്മളതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 2030 മുതൽ ഏത് സമയവും ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് യാഥാർത്ഥ്യമാകാം എന്നാണ് ഈ ഏരിയയിലുള്ള വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസസ് ജനറലി എന്തൊക്കെയാണെന്ന് നോക്കാം. 2 types ഓഫ് കോൺസിക്വൻസസ് ആർ ദർ. ഒന്ന്, നമ്മളുടെ ജീവിതം വളരെ എളുപ്പമാക്കുന്നു. ഇറ്റ് ഗിവ്സ് എ സ്പീഡ്, ഇറ്റ് മേക്സ് തിങ്സ് സേഫർ, ഇറ്റ് മേക്സ് തിങ്സ് മോർ എഫിഷ്യൻറ്റ്. സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത മികച്ച തീരുമാനങ്ങളെടുക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മെ സഹായിക്കുന്നു. മികച്ച ചികിത്സാ രീതികളും ആരോഗ്യ പരിചരണവും AI ഉപയോഗിച്ച് സാധ്യമാക്കുന്നു. നാം കാണുന്നുണ്ട് വ്യക്തിഗത സേവനങ്ങൾ, സോഷ്യൽ മീഡിയ, ഷോപ്പിംഗ് ആപ്പുകൾ, പ്രോഡക്റ്റിവിറ്റി കൂടുന്നു, സുരക്ഷ വർദ്ധിക്കുന്നു. വാഹനങ്ങളുടെയും ഫാക്ടറികളുടെയും ആശുപത്രിയിലുമൊക്കെ മനുഷ്യന് പറ്റുന്ന പിഴവുകൾ ഒഴിവാക്കാൻ AIക്ക് സാധിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തും ഒരുപാട് മുന്നേറ്റങ്ങൾക്ക് AI നമ്മെ സഹായിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ പുരോഗതിയിലും നിർണായകമായ പങ്ക് AI വഹിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ AI കൊണ്ട് മറ്റ് ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. AI ക്യാൻ കോസ് ജോബ് ലോസ്, ജോലികൾ നഷ്ടപ്പെടാം. പിന്നെ മുന്നേ പറഞ്ഞതുപോലെയുള്ള പ്രൈവസി ഇഷ്യൂസ് ഉണ്ട്. സ്വകാര്യത ലംഘനങ്ങൾ സംഭവിക്കുന്നു. അമിതമായ ഡിപ്പെൻഡൻസ് ഓൺ AI നമ്മളുടെ എഴുത്ത്, ചിന്ത, ഓർമ്മ എന്നിവയൊക്കെ പ്രതികൂലമായി ബാധിച്ചേക്കാം. അതുപോലെ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും നാം കാണുന്നത് യാഥാർത്ഥ്യമാണോ എന്ന് അന്തം വിട്ടു പോകുന്ന പല വീഡിയോകളും നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ AI ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. നിരവധിയായ നൈതിക പ്രശ്നങ്ങൾ അഥവാ എത്തിക്കൽ ഇഷ്യൂസ് AIയുടെ ഉപയോഗത്തിൽ കാണാൻ കഴിയും. വിൽ ദർ ബി മാസീവ് ജോബ് ലോസസ്? പെട്ടെന്ന് നമ്മളുടെ മുന്നിൽ വരുന്ന മറ്റൊരു പ്രശ്നമാണ് ജോബ് ലോസസ്. AI ഉപയോഗിച്ച് മനുഷ്യ സഹായമില്ലാതെ ഒരുപാട് ജോലികൾ ചെയ്യാൻ പറ്റുമ്പോൾ തീർച്ചയായും ചില ജോലികളൊക്കെ ഇല്ലാതായെന്ന് വരാം. നഷ്ടപ്പെടാൻ സാധ്യത ഉള്ള ചില ജോലികളുണ്ട്, ചില ഹൈ റിസ്ക് ജോലികൾ എന്ന് പറയാം. ദീസ് ജോബ്സ് ഇൻവോൾവ് റൂട്ടീൻ, റിപ്പിറ്റേറ്റീവ് ഓർ പ്രിഡിക്റ്റബിൾ ടാസ്ക്. ഡാറ്റ എൻട്രി, ബേസിക് അക്കൗണ്ടിങ്, കോൾ സെൻറ്റർ കസ്റ്റമർ സപ്പോർട്ട്, ബേസിക് കണ്ടൻറ് റൈറ്റിംഗ്, സിമ്പിൾ സോഫ്റ്റ്വെയർ കോഡിംഗ്. ഇങ്ങനെ നിരവധി ജോലികൾ ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്നതാണ്. AI ഇതിനെയൊക്കെ റീപ്ലേസ് ചെയ്തെന്ന് വരാം. എന്നാൽ ചില ജോലികൾ താരതമ്യേന സേഫാണ്. ഉദാഹരണത്തിന് ഹ്യൂമൻ ജഡ്ജ്മെൻ്റ് ആവശ്യമുള്ള ജോലികൾ, ഫിസിക്കൽ പ്രസൻസ് ആവശ്യമുള്ള ജോലികൾ,
ക്രിയേറ്റിവിറ്റിയും എമ്പതിയും ട്രസ്റ്റും ആവശ്യമുള്ള ജോലികൾ. ഇവിടെയൊക്കെ ഇന്നത്തെ പരിസ്ഥിതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മനുഷ്യരെ തീർത്തും റിപ്ലേസ് ചെയ്യാനുള്ള കഴിവുകൾ കുറവാണ്. ഡോക്ടർമാർ, ടീച്ചർമാർ, ട്രെയിനേഴ്സ്, ലോയേഴ്സ്, എൻജിനീയേഴ്സ്, ഇലക്ട്രീഷ്യൻ, പ്ലംബേഴ്സ്, സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ്, ക്രിയേറ്റീവ് ഡയറക്ടേഴ്സ്, സ്കിൽഡ് ടെക്നീഷ്യൻസ്, ഇത്തരം ജോലികൾ ഉടനെ റീപ്ലേസ് ചെയ്യാൻ ഇന്നത്തെ ലെവലിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധ്യമല്ല. എന്നാൽ വരാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. AGIക്ക് ഹ്യൂമൻ ലെവൽ ഇൻ്റലിജൻസ് ഉണ്ടാകും. ഇറ്റ് ക്യാൻ ഡു ഓൾമോസ്റ്റ് എനിത്തിങ് എ ഹ്യൂമൻ ക്യാൻ ഡു. വെൻ ദ AI enter AGI phase, മാസീവ് ഡിസ്റപ്ഷൻ ഈസ് പോസിബിൾ. എംപ്ലോയ്മെൻറ്റിലും എക്കണോമിക്സിലും സാമൂഹിക തലങ്ങളിലും വലിയ ഡിസ്റപ്ഷൻസ് ഉണ്ടാക്കാൻ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസിന് സാധിക്കും. ഇത് എപ്പോൾ വരും എന്ന ചോദ്യത്തിന് 10 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം എന്നൊക്കെ വിദഗ്ധർ പറയുന്നുണ്ടെങ്കിലും 2030 ഇതിൻ്റെ തുടക്കം കുറിക്കപ്പെടും എന്നാണ് കരുതുന്നത്. ഉദാഹരണത്തിന് ഏകദേശം 26 കോടി ജനങ്ങൾക്ക് ജോലി നൽകുന്ന നമ്മളുടെ അഗ്രികൾച്ചർ സെക്ടറിൽ 50% പേർക്ക് ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ 13 കോടി ആൾക്കാർക്ക് ജോലി ഉണ്ടാവില്ല. ഇതുപോലെ മറ്റ് സെക്ടറുകളും കണക്കിലെടുക്കുകയാണെങ്കിൽ നാം അഭിമുഖീകരിക്കാൻ പോകുന്നത് വലിയ ദുരന്തമായിരിക്കും. അത്തരം പരിസ്ഥിതികളിൽ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ മനുഷ്യരാശിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്നാൽ പെട്ടെന്നൊരു ദിവസം വരുന്ന മാറ്റങ്ങളല്ല, ഇത് സമയമെടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. 2010 ദുബായിൽ ജീവിക്കുന്ന ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു അവൻ ദുബായ് മെട്രോയിൽ കയറില്ല, കാരണം അതിന് ഡ്രൈവറില്ലായിരുന്നു. 2009 മുതൽ ദുബായ് മെട്രോ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ സിസ്റ്റം മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ മെട്രോ എടുക്കുകയാണെങ്കിൽ ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ, കൊച്ചി, ചെന്നൈ, ഇവിടെയൊക്കെ പല നഗരങ്ങളിലും ഇന്ന് മെട്രോ ട്രെയിനുണ്ട്. പക്ഷേ ഡൽഹിയിലെ 1-2 റൂട്ടിലൊഴികെ എല്ലാ സ്ഥലത്തും മെട്രോ ട്രെയിനിൽ ഡ്രൈവർമാരുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ആ മാറ്റം അത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുപോലെ ഡ്രൈവർലെസ് കാറുകൾ വന്നിട്ട് കുറേ കാലമായി. എന്നാൽ ഈ കാറുകൾ ടെക്നിക്കലി പറഞ്ഞാൽ 1 കോടി ഡ്രൈവർമാർക്ക് ജോലി നഷ്ടപ്പെടും എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ ഇത് അത്ര പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇത്തരം കാറുകൾ ഓടണമെങ്കിൽ അത്തരം റോഡുകൾ വേണം. ഇന്ത്യയിൽ അടുത്തൊന്നും ഇത് സംഭവിക്കാൻ പോകുന്നില്ല. മാറ്റങ്ങൾ വരും, പക്ഷേ സാവധാനത്തിലേ വരൂ. പക്ഷേ മാറ്റങ്ങൾ വരുമ്പോൾ അത് തീർച്ചയായും ഡിസ്റപ്റ്റീവ് ആയിരിക്കും. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ച ഭാവിയിൽ എങ്ങനെയാണ് നമ്മെ ബാധിക്കാൻ പോകുന്നത്? ദർ ഇസ് എ മാഡ് റേസ് ഫോർ ഡോമിനൻസ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എമംഗ് നാഷൻസ്, പ്രത്യേകിച്ചും അമേരിക്കയും ചൈനയും തമ്മിൽ. ഓർത്തു നോക്ക്, ഇന്നിപ്പോൾ നമ്മളുടെ വാർ മെഷീനറിയിൽ വരുന്ന മാറ്റങ്ങൾ. ഈ അടുത്ത് നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ പട്ടാളക്കാർ മരിച്ച റിപ്പോർട്ടുകളൊന്നുമില്ല. എന്നാൽ പാകിസ്ഥാനിൻ്റെ ഉള്ളിൽ ഡീപ്പറായിട്ടുള്ള നിരവധി ടാർഗറ്റുകൾ ഇന്ത്യൻ സേന നശിപ്പിച്ചിട്ടുണ്ട്. ഒരു പുതിയ വാർഫെയറാണ് നാം അവിടെ കാണുന്നത്. AI ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡ്രോണുകൾ, മിസൈലുകൾ, ഇവ നിയന്ത്രിക്കുവാൻ സാറ്റലൈറ്റ് സിഗ്നലുകളുടെ സഹായം, എയർ ഡിഫൻസ് സിസ്റ്റംസ്, ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് നാം കണ്ടത്. ഫ്യൂച്ചർ വാറിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കപ്പെടുക എന്ന് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല. ഒരു നിയന്ത്രണവുമില്ലാത്ത ഈ പോക്ക് മനുഷ്യരാശിയുടെ നാശത്തിന് കാരണമാകും എന്ന് കരുതുന്ന നിരവധി പേർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻഡസ്ട്രിയിൽ തന്നെയുണ്ട്. അവർ ഈ കിടമത്സരത്തിൻ്റെ വലയിൽ പെട്ടുപോയിരിക്കുകയാണ്. ഇഫ് leaders of the world cannot sit together and affirm that the purpose of artificial intelligence is only human welfare and regulate the advancement in AI with this motive, it will be a huge disaster. കാര്യങ്ങൾ ഈ ദിശയിലേക്ക് നീങ്ങുന്നില്ലെങ്കിൽ തീർച്ചയായും മനുഷ്യരാശിയുടെ കണ്ണു തുറപ്പിക്കുന്ന ഭയാനകമായ അപകടങ്ങൾ ഭൂമിയിൽ ഉണ്ടാകും. So that's it. Hope this video has been useful. If you liked it, please share the video. If you are not already subscribed to our channel, please do subscribe now. Please do hype the video so that it will get
better visibility and help us. Thank you for watching. Hope to see you soon with another useful video shortly. Take care.